രാജ്യത്ത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ച സമയം മുതൽക്കേ തന്നെ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഇവരുടെ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചില്ല എന്നുള്ളതാണ്. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള സിനിമയായിട്ട് ഇവർ കണക്കാക്കുന്നത് കാതൽ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അപ്പൊ കാതൽ സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടേണ്ട തരത്തിലേക്കുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പുരസ്കാരത്തിന് അർഹതയുള്ള ഒരു സിനിമയാണെന്ന് എനിക്ക് കണ്ടിട്ട് അത് തോന്നിയില്ല. കാരണം അതൊരു സംസ്ഥാന അവാർഡ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷെ ആ സംസ്ഥാന അവാർഡും ആണെങ്കിലും അത് ആടുജീവിതത്തിന് പൃഥ്വിരാജിന് ലഭിക്കുകയും ചെയ്തു. അത്രയ്ക്കുള്ളൂ ആ ഒരു സിനിമയുടെ സംവിധാനങ്ങൾ. പക്ഷെ ഇത്തവണ ദേശീയ പുരസ്കാരം ലഭിച്ചത് ഋഷഭ് ഷെട്ടി പ്രധാന കഥാപാത്രമായി അഭിനയിച്ച കാന്താരയ്ക്കാണ്. കാന്താര സിനിമയെ സംബന്ധിച്ച് അതിലെ വലിയ രീതിയിൽ എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയ്ക്ക് വലിയ ഹിറ്റായ ഒരു കന്നഡ ചിത്രം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ കന്നഡ ചിത്രം എന്നുള്ളതിനൊപ്പം തന്നെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളും വലിയ വിജയം തന്നെയായിരുന്നു, വലിയ കളക്ഷൻ ആയിരുന്നു ഈ കാന്താര സിനിമയ്ക്ക്. അപ്പൊ കാന്താര എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ പറയുന്ന ഋഷഭ് ഷെട്ടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഋഷഭ് ഷെട്ടിയെയും അപമാനിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് കാന്താര സിനിമയിലെ അദ്ദേഹത്തിന്റെ അഭിനയത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിലെ പേരുകളുള്ള ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പൊ ഈ പ്രതിഷേധം എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ എന്ത് രാജ്യത്ത് ഏതൊരു സംഭവം നടന്നാലും ഇതിന്റെയൊക്കെ ഒരു മതപരമായിട്ടുള്ള ആശയം കൂട്ടി ചേർത്തുകൊണ്ട് പ്രതിഷേധിക്കുന്നത് വളരെ ബോറായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇവിടുത്തെ ചില സുഡാപ്പികൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. കാന്താര സിനിമയ്ക്ക് ദേശീയ പുരസ്കാരത്തിന് അർഹതയുള്ള സിനിമ തന്നെയാണ്. അതിലെ ഈ രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ ഈ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിന്റെ ഒരു വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. സാധാരണക്കാരായിട്ടുള്ള ഗോത്രവർഗക്കാരുടെ ഇടയിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സിനിമയിൽ ഋഷഭ് ഷെട്ടി തകർത്ത് അഭിനയിച്ചു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇതിൽ ലാസ്റ്റത്തെ 10-15 മിനിറ്റുകൾ വലിയ അവിസ്മരണീയമായിട്ടുള്ള ഒരു രംഗം തന്നെയായിരുന്നു. അത് ആ സിനിമ കണ്ട എല്ലാവർക്കും തന്നെ ആ രംഗങ്ങൾ അത് ഇപ്പോഴും മനസ്സിൽ കൃത്യമായിട്ട് പതിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം തന്നെ. ഇതിനെ അലറി വിളിച്ചതിനാണോ ദേശീയ അവാർഡ് എന്നുള്ള രീതിയിലേക്കുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അലറി വിളിക്കുക എന്നുള്ളത് ചില സമയങ്ങളിൽ ചില അഭിനയ രീതികൾ അനുസരിച്ച് അലറി വിളിക്കുന്ന സ്ഥലത്ത് അലറി വിളിക്കും, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കില്ലാത്തതിൽ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് പഠിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഇങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സിനിമയും പാട്ടും എല്ലാം വലിയ രീതിയിൽ തന്നെ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന കുറെ ആളുകളുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇതിലൊന്നും തർക്കമില്ല. ഇങ്ങനെയൊക്കെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ഏത് വിഷയമുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ നെഞ്ചിലേക്ക് കയറുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം തെറ്റാണെന്നും തങ്ങൾക്ക് ഏകാധിപത്യത്തിന്റെ സ്വരമുള്ള സ്വഭാവമുള്ള ഒരു സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് പറയുന്നത്. ഇവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര താരം, അദ്ദേഹത്തിന്റെ അഭിനയ മികവ് രാജ്യം പലപ്പോഴും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇതിലൊന്നും തർക്കമില്ല. അപ്പോൾ രാജ്യം അംഗീകരിച്ചിട്ടുള്ള ഒരു കലാകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കഴിവ് ഇനി പുതിയൊരു സിനിമയിൽ ദേശീയ അവാർഡ് കിട്ടിയിട്ട് വേണ്ട ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ. പക്ഷെ അദ്ദേഹത്തിന് അത് ലഭിക്കണമെങ്കിൽ അതിന് അർഹതപ്പെട്ടിട്ടുള്ള സിനിമ തന്നെ ആയിരിക്കുമെന്ന് തർക്കമില്ല. ഈ ദേശീയ പുരസ്കാരത്തിനെല്ലാം തിരഞ്ഞെടുക്കുന്നത് ഒരുപാട് സിനിമകളുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള സിനിമകൾക്ക് തന്നെയാണ് എപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇത് നൽകാറുള്ളത്. അപ്പൊ കഴിഞ്ഞ വട്ടവും ഈ വട്ടവും ഒക്കെ പറയുന്നത് ഇതെല്ലാം ഒരു രാഷ്ട്രീയ ചിന്താഗതിയോട് കൂടിയാണ്. അപ്പോൾ ഈ കാന്താര സിനിമയ്ക്ക് ദേശീയ അവാർഡ് ലഭിക്കുമ്പോൾ BJP വോട്ട് കൂടും എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാട് ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കമന്റുകൾ എന്ന് പറയുന്നത്. ഇതൊന്നുമല്ലാതെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപിയാണ് ഏറ്റവും മികച്ച നടൻ എന്നുള്ള രീതിയിലേക്കുള്ള കുറെ പരിഹാസ കമന്റുകൾ കൂടി വരികയാണ്. ഇതൊക്കെ എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെയൊക്കെ പ്രവർത്തന രീതികൾ ഇത്രയും വർഷമായിട്ട് എന്താണ് ഈ രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവന എന്നൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴാണ് ഒരു പ്രതിപക്ഷ നേതാവായിട്ട് പോലും അദ്ദേഹത്തിന് പാർലമെന്റിൽ ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കലാപരിപാടികൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറെ ആളുകൾ
എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് ഇവർക്ക് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ വലിയ വിമർശനങ്ങൾ, സോഷ്യൽ മീഡിയയിൽ പറയുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഇവിടെ ആർക്കും സമയം ഉണ്ടാകില്ല എന്നറിയാം. പക്ഷേ പൂർണ്ണമായിട്ടും ഇവരുടെ എല്ലാം ചിന്താഗതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മതപരമായിട്ടുള്ള അല്ലെങ്കിൽ മതവർഗീയതയെ പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇതിനെയൊക്കെ കാണുന്നത്. മമ്മൂട്ടി ഒരു വർഗീയവാദിയായിട്ടോ മമ്മൂട്ടിനെ ഒരു വർഗീയ ചിന്താഗതിയുള്ള ഒരാളായിട്ടോ ഇവിടെ ആരും കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഇന്നേവരെ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പോലും ഇതുപോലെയുള്ള മതമൗലികവാദികൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ മനസ്സിലാകും എത്രത്തോളം വലിയ അപകടാവസ്ഥയിലാണ് നമ്മുടെ സമൂഹം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തർക്കമില്ല. അപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുന്ന വിഷയത്തിൽ പോലും എടുത്തിടുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ അപമാനിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള നിലപാടുകൾ കാണുമ്പോൾ എല്ലാം കൃത്യമായിട്ട് ബോധ്യപ്പെടും ഇവന്മാർക്കൊക്കെ ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ എത്രത്തോളം കരഞ്ഞ് നിലവിളിച്ചാലും രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സർക്കാർ സംവിധാനങ്ങൾക്കും ഏതെല്ലാം വിഷയങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രതിരോധങ്ങളോ പ്രതിഷേധങ്ങളോ ഉണ്ടാക്കാൻ നോക്കിയാലും അതിനെയൊക്കെ മറികടക്കാനുള്ള ചങ്കൂറ്റമുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വികാരത്തെ, അവരുടെ പ്രശ്ന പരിഹാരങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരാണെങ്കിൽ തർക്കമില്ല. അപ്പോ ഇങ്ങനെയൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭരണ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഏത് തരത്തിലുള്ള പ്രതികാരങ്ങളും പ്രതിഷേധങ്ങളും ആയിട്ട് ഏത് സുഡാപ്പി വന്നാലും അവർക്ക് ഇവിടെ ഈ കേരളത്തിലിരുന്ന് കുരക്കുക എന്നുള്ള ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര കുരച്ചാലും ഇതിനുള്ളൊക്കെ മരുന്ന് കൃത്യമായിട്ട് ഒരു വാക്സിൻ സഹിതം നൽകാനുള്ള ശേഷി മോദിക്കും മോദിയുടെ കീഴിലുള്ള ഭരണ സംവിധാനങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഏത് സിനിമയ്ക്ക് ഇവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് ദേശീയ അവാർഡ് കിട്ടിയാൽ അതിനെ വിമർശിക്കുക, അതിനെ പരിഹസിക്കുക. ഇതിലൊന്നും പെടാത്ത സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ പോലും താങ്കൾക്കായിരിക്കണമായിരുന്നു ദേശീയ അവാർഡ്, താങ്കളാണ് ഏറ്റവും വലിയ അഭിനയത്തിന്റെ മികവ് പുലർത്തുന്ന തമ്പുരാൻ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തെ പോലും വന്ന് തെറി വിളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം ഇവരുടെയൊക്കെ മനസ്സിലുള്ള വിഷം എത്രത്തോളം വലുതാണെന്നും ഈ വിഷമാണ് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ വിദ്വേഷങ്ങൾ പരത്തുന്ന രീതിയിലുള്ള കമന്റുകൾ ഇടുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട്. പല വിഷയങ്ങളിലായിക്കോട്ടെ പല ആളുകളെയും വ്യക്തിഹത്യ ചെയ്യുകയും ആ വ്യക്തിഹത്യ ചെയ്യുന്നതിലൂടെ ഇവർക്ക് കിട്ടുന്ന ആനന്ദം എന്താണെന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ഒരു വിജയം തന്നെ നോക്കിയാൽ മതി. അദ്ദേഹത്തെ എത്രത്തോളം വലിയ രീതിയിൽ ഇവർ അപമാനിക്കാൻ ശ്രമിച്ചോ, അദ്ദേഹത്തെ ഇപ്പൊ വിളിച്ചിരുന്ന കോവി എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം വിളിക്കുന്നത്, അതുപോലെ ചെമ്പ് ഗോപി എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പരിഹാസ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഇരുന്നിട്ട് ഇവന്മാര് ചെയ്തിട്ട് ഈ പരിഹാസങ്ങൾക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണ് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണോ കൈകാര്യം ചെയ്തത് എന്നുള്ളത് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ എത്രത്തോളം വലിയ രീതിയിലൂടെ കുരച്ച് കരഞ്ഞാൽ ആർക്ക് ദേശീയ അവാർഡ് കൊടുത്താലും അത് ആ സിനിമയുടെ മികവ് കൊണ്ടാണെന്ന് ഉൾക്കൊള്ളാതെ അതിനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ വിശദീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്താ പറയാ ഏകദേശം വലിയ മോശപ്പെട്ട ഒരു ചിന്താഗതി മാത്രമാണെന്ന്, വിദ്വേഷം വരുന്ന ആളുകളുടെ സ്വഭാവമാണെന്ന് മാത്രമേ ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. വിപില ഫസ്റ്റ് റിപ്പോർട്ട്.